dare you? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ജിമ്മിന്റെ അടുത്തിരിക്കും. അത് പിന്നെ ഞാൻ ഇരുന്നതല്ല, അവൻ വന്നിരുന്നതാ. അവൻ വന്നിരുന്നതാണെങ്കിലും നിനക്ക് എന്താ മാറിയിരിക്കാൻ അറിഞ്ഞൂടെ? അത് പിന്നെ ഞാൻ മാറിയിട്ടേ ഇരുന്നേ. നിന്റെ മാറിയിരിക്കല് ഞാൻ കണ്ടോണ്ടാ ചോദിച്ചേ. സോറി തേജു, ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. ഇനി മേലാല് നിന്റെ നേരെ പോലും ജിമ്മിന്റെ അടുത്ത് വന്നു പോകരുത്, കേട്ടല്ലോ? എടാ ബെല്ലടിച്ച് ഓഫീസേഴ്സ് വരുന്ന മട്ടില്ല. വാ നമുക്ക് പോവാം. ആടാ പോവാം. 5 minutes later. ലൂസി, ഞാൻ ചോദിക്കണോണ്ട് നീയൊന്നും വിചാരിക്കല്ലേ. എന്താ മിയ, എന്താ ചോദിക്കാനുള്ളേ? അതെ പിന്നെ നീയും ജിമിനും തമ്മില് ഫൈറ്റ് തന്നെയാണോ അതോ? മിയ എന്തോന്നത്? നീ തന്നെ രാവിലെ കണ്ടതല്ലേ ഞങ്ങൾ എന്തോ വഴക്കിട്ടതാന്ന്. അതൊക്കെ കണ്ടു. പക്ഷേ ക്ലാസ് റൂമിൽ വെച്ച് നീ അവനെ നോക്കുന്നതും അവൻ നിന്നെ നോക്കുന്നതൊക്കെ അതും ഞാൻ കണ്ടായിരുന്നു. അതാ എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ നീ കിമ്മിനെ നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ നോക്കിയ സമയത്ത് പെട്ടെന്ന് ജിമ്മിനെ കൊണ്ട് തിരിഞ്ഞതാ. അതാ, അല്ലാണ്ട് ഞാൻ അവനെ നോക്കിയതൊന്നുമല്ല. അല്ലെങ്കിലും എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇത്ര അഹങ്കാരം പിടിച്ച ഒരാളെ നോക്കിയിരിക്കാൻ. എടി നീ വിചാരിക്കുന്ന പോലെ ജിമിൻ അത്ര മോശക്കാരനൊന്നുമല്ല. അവനെ അടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാന്നേ. കാരണം അവനെ പോലെ ഒരു ക്യാരക്ടർ ഉണ്ടാവാന്ന് പറഞ്ഞാ ഇമ്പോസിബിൾ. ഓൻ അത്രയും വലിയ നന്മ നിറകൂടാണെങ്കിലേ വേറെ ആരെങ്കിലും നോക്കിക്കോളും. ഈ ലൂസിക്ക് ആ ജിമിനെ വേണ്ട. എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നിങ്ങളെ കണ്ണുകൾ രണ്ടും കഥ പറയണതായിട്ടാ എനിക്ക് ഫീൽ ചെയ്തേ. എന്തിനാ കഥ മാത്രമാക്കുന്നേ? കവിതയും പാട്ടും ഒക്കെ പാടിയെന്ന് പറയുന്നേ. നിനക്കറിയോ മിയ, ഞാൻ എത്ര ഫ്രണ്ട്ലി ആന്ന്. ഞാൻ ആരെ കണ്ടാലും വേഗം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഒരാളോടും എനിക്ക് ഇന്ന് അവരെ ലൈഫിൽ വെറുപ്പ് തോന്നിയിട്ടില്ല. അങ്ങനെ വെറുപ്പ് തോന്നിയ ഒരാളുണ്ടെങ്കിൽ ആ ജിമിന് മാത്രാ. അതുകൊണ്ട് ഒരിക്കലും എന്റെ മനസ്സിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാവത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ, നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ. അത് വിട്ടേക്ക്. പിന്നെ നീ നാളെ എന്തായാലും വരണം കേട്ടോ. ആടി എന്തായാലും വരാം. അല്ല നേരത്തെ ബസ് എന്താ വരാത്തേ? അതന്നെ നേരം കുറെ ആയല്ലോ, ഒരു ബസ് പോലും കണ്ടതുമില്ല. ഏറെക്കുറെ കോളേജിൽ എല്ലാവരും പോയിടി, നമ്മൾ മാത്രം പോവാത്തേ. ലൂസി ടീച്ചർ നോക്ക്, ഇന്നെന്തോ സമരത്തിന്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ബസ് തന്നെ ഇല്ല പോലും. അതാടി എനിക്ക് മനസ്സിലാവത്തെ. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു നോക്കി എന്തേലും കാറോ ബസ്സോ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്ത് തരുമോന്ന്. പക്ഷെ ആരും തന്നെ ഇല്ല. ഒരുവിധ ആൾക്കാരൊക്കെ പോയെന്നെ. ഇപ്പൊ നമ്മൾ മാത്രം സ്റ്റക്ക് ആയിട്ട് നിക്കുന്നേ. എടി ഞാൻ വിളിച്ചതാ. പപ്പനെ വിളിച്ചപ്പം പപ്പ ലോങ് പണിയില്ലാന്ന്. ചേട്ടനെ വിളിച്ചപ്പോഴോ ചേട്ടൻ ഇവിടെ ഇല്ലാന്ന്. ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയോ പോയതാ. പിന്നെ നിന്റെ പപ്പനെയും വിളിച്ചായിരുന്നു. പപ്പയും ഇവിടെ ഇല്ലാന്നാ പറഞ്ഞേ. നിന്റെ പപ്പയും എന്റെ പപ്പയും കൂടിയാണല്ലോ പണിക്ക് പോയിരിക്കുന്നേ. അതാ ആ കൂടെ പെട്ട അവസ്ഥയാ മോളെ. നിങ്ങൾ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും വഴിയുണ്ടാവും. നിങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്ക്. ഞാൻ പോയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഹെൽപ്പ് ചോദിച്ചു നോക്കട്ടെ. ആടി കോളേജിൽ എല്ലാരും പറയുന്നുണ്ടായി കിമ്മിന്റെ ലൈന് ജൂഹിയാന്ന്. ഇനിയിപ്പോ ഞാൻ അവനെ പ്രപ്പോസ് ചെയ്താ ശരിയാവത്തില്ലല്ലോ. അതാ ഞാനൊന്നും പറയാത്തേ. അല്ല കിമ്മിന്റെ ലൈന് ജൂഹി തന്നെയാന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഹേയ് ഉറപ്പൊന്നുമില്ല, ആരൊക്കെയോ പറയണതായിട്ട് കേട്ടായിരുന്നു. എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാൻ പോലില്ല. മിയ ഇതെന്താ കോളേജ് വിട്ടിട്ടും വീട്ടിലേക്ക് പോവാത്തേ? അത് പിന്നെ ഉച്ചക്ക് ശേഷം എന്തോ സമരം കാരണം ബസ്സില്ല. ഞങ്ങൾ ഇവിടുന്ന് ബസ്സിലേക്കാ വീട്ടിലേക്ക് പോവാറ്. ബസ്സില്ലാത്തോണ്ട് ഇവിടെ പെട്ട് നിക്കുവാ. അച്ചോ, അല്ല എന്നിട്ടെന്തേ നിങ്ങളൊരു വാക്ക് പറയാഞ്ഞേ? ഞങ്ങളോട് ആരോടെങ്കിലും വന്ന് ഹെൽപ്പ് ചോദിച്ചൂടായിരുന്നോ? അത് പിന്നെ എല്ലാരും കോളേജ് വിട്ട് പോയില്ലേ, നിങ്ങളും പോയി കാണുമെന്ന് വിചാരിച്ച് അതാ.
ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. ഞാനും ജിമിനും ഇവിടെ തന്നെ ഉണ്ട്. നിക്ക്, ഞാന് ജിമിനെ വിളിച്ചോണ്ടുവരാം. അവന്റെ കയ്യിൽ വണ്ടിയുണ്ട്. അപ്പൊ പിന്നെ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അയ്യോ അത് വേണ്ട. അതന്നെ അതൊന്നും ശരിയാവത്തില്ല. ഞങ്ങള് എങ്ങനെങ്കിലും പോയിക്കോളാം. എടോ, ഇനിയിപ്പോ എങ്ങനെ പോവും? നിങ്ങളല്ലേ പറഞ്ഞേ ഉച്ചയ്ക്ക് ശേഷം സമരമാന്ന്. ഞാനും ഇതിനായിട്ടും ഒരു ബസ് പോണതോ ഓട്ടോ പോണതോ കണ്ടിട്ടില്ല. നിങ്ങളെ പേരൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റും ചെയ്യത്തില്ലയോ? അവരാ കൂടെ ടെൻഷൻ അടിക്കുവേ. വെറുതെ നിന്ന് സമയം കളയണ്ട. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തരാന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ എങ്ങനെങ്കിലും പോയിക്കോളാം. അതന്നെ അതൊന്നും ശരിയാവത്തില്ല. ഞങ്ങള് എങ്ങനെങ്കിലും പോയിക്കോളാം. എടോ, നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നേ? നമ്മളെല്ലാരും ഒരേ കോളേജിലല്ലേ? പിന്നെന്താ നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? അത് പിന്നെ ലൂസി പറ പീറ്റർ, റെഡിയായോ? റെഡിയായി. ജിമിന്റെ കാറുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടി അവന്റെ കൂടെ കാറിൽ പോവാം. അവൻ ഡ്രോപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൂടെയോ? അവന്റെ കാറിലോ? അതൊന്നും വേണ്ട. നീ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്ക്. എടി, വേറെ ആരുമില്ലടി. ഞാൻ കോളേജ് ഫുള്ള് അടിച്ചു തപ്പി നോക്കി. ആ കൂടെ കിമ്മും ജിമിനും മാത്രമേ ഉള്ളൂ. അവരോട് എങ്ങനെയൊക്കെയോ ചോദിച്ചിട്ടാ സമ്മതിപ്പിച്ചിരിക്കുന്നേ. നമ്മൾ മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നിന്റെ കൂടെ നിന്റെ ഫ്രണ്ടും ഇല്ലേ? നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് വീട്ടുകാർ പേടിക്കത്തില്ലെന്ന് വിചാരിക്കാം. പക്ഷെ അവളെ കാര്യം അങ്ങനെയല്ലല്ലോ. അവൾ ഒറ്റക്കായതുകൊണ്ട് വീട്ടിൽ എന്തായാലും പേടിക്കത്തില്ലേ? ഇങ്ങനെ നേരം വൈകുമ്പോ പിന്നെന്താ പേടിക്കാൻ എന്താ ഇരിക്കുന്നേ? ഞാനില്ലേ കൂടെ. പിന്നെന്താ, ധൈര്യമായിട്ട് വാന്നേ. എടാ പീറ്റർ, നിനക്ക് ഞാൻ പറയണെന്താ മനസ്സിലാവാത്തെ? ഞാൻ അവനെ തമ്മിൽ തീരെ ഒക്കത്തില്ലെന്ന് നിനക്കെന്നെ അറിയാമല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവന്റെ വണ്ടിയിൽ വരുന്നേ? അതൊന്നും ശരിയാവത്തില്ല. വേണമെങ്കിലേ നിങ്ങൾ രണ്ടുപേരും പോ. ഞാനേ എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളാം. ഒറ്റ ചവിട്ടം വെച്ചൊന്നുണ്ടല്ലോ. നിന്നോട് തനിച്ചാക്കിട്ട് ഞാൻ മാത്രം എങ്ങനെ പോരാ? അതൊന്നും പറ്റത്തില്ല. നീ വന്നേ പറ്റോ. ലൂസി, നിന്റെ ബ്രദറും ഉണ്ടല്ലോ കൂടെ. പിന്നെന്താ, വാനേ നമുക്ക് പോവാ. അതല്ല മിയ, അത് പിന്നെ നിനക്കെന്നെ അറിഞ്ഞൂടെ? എടി, ഒറ്റയ്ക്കാണെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ഇതിപ്പോ നിന്റെ കൂടെ നിന്റെ ബ്രദറും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ 3 പേരുണ്ടല്ലോ. പിന്നെന്താന്നേ, വാ. വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. ഓക്കേ. എന്നാ നിങ്ങൾ ഇവിടെ നിൽക്കട്ടോ. ഞാൻ പോയിട്ട് ജിമിനോട് കാർ എടുത്ത് വരാൻ പറയാം. ഓക്കെ കിം. എനിവേ താങ്ക്സ് കേട്ടോ. ഈ ഒരു ഹെൽപ്പ് ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. കൂൾ ബഡി. നമ്മളെല്ലാരും ഒരേ കോളേജിലല്ലേ? അപ്പൊ പിന്നെ ഈ ചെറിയൊരു സഹായവും ചെയ്യാണ്ടിരുന്നാൽ എങ്ങനെ? ഞാനിപ്പോ വരാട്ടോ. നിങ്ങളോട് വെയിറ്റ് ചെയ്യ്. ലൂസി, വാ, നമുക്ക് ഗേറ്റിന്റെ അടുത്തേക്ക് നിൽക്കാം. ഓ, ഇവരിതെവിടെ? ഇപ്പൊ വരാന്ന് പറഞ്ഞതാണല്ലോ. മനുഷ്യന് വെയിറ്റ് ചെയ്ത് മടുത്ത്. അല്ല ജിമിനെ, അറിയാത്തോണ്ട് ചോദിക്കുക. വരാൻ പോണത് നിന്റെ എനിമിയല്ലേ? പിന്നെന്തിനാ നീ ഇത്ര എക്സൈറ്റ് ആവുന്നേ? എക്സൈറ്റ് ആയിരിക്കേ? ആര്? ഞാനോ? എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സും ഇല്ല. അവളെ കൊണ്ടാക്കി കഴിഞ്ഞാ എനിക്ക് എന്റെ പണി നോക്കി പോവാലോ. അതാ, വേറൊന്നല്ല. മോനെ ജിമിനെ, നീ ആരെ വേണമെങ്കിലും പറ്റിക്കാം. ആരോട് വേണമെങ്കിലും ഈഗോ കാണിക്കാം. പക്ഷെ ഈ എന്നോട് നടക്കത്തില്ല. ഞാനേ നിന്റെ മനസാക്ഷി. ഓ, അല്ലെങ്കിൽ തന്നെ ഉള്ള മനുഷ്യന്മാരെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുക. അപ്പളാ ഒരു മനസാക്ഷി ഒന്ന് പോയേ. പൊന്ന് ജിമിനെ, സത്യം അങ്ങ് സമ്മതിച്ചേക്കുന്നേ. എന്ത് സത്യം? ഞാൻ എന്ത് സമ്മതിക്കണം? എന്റെ മനസ്സിൽ കയറി അവൾ ഇടം പിടിച്ചെന്ന്. അതെ, എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സും ഇല്ല. അല്ലേലും അവളെ കണ്ടേച്ചാലും മതി. അവളെ കാണുമ്പോ തന്നെ ഇറിറ്റേറ്റ് ആവുക. അപ്പോഴല്ലേ മനസ്സിൽ കയറി ഇടം പിടിക്കാൻ. ഓഹോ, മനസ്സില് ഒരു തുള്ളി ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കണം കോളേജ് വിട്ട് എല്ലാരും തന്നെ പോയിട്ടും ഇയാള് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നേ. ഇത് ജസ്റ്റ് ഒരു ഇൻസിഡന്റാ. ഞാൻ നാളെ തേജന്റെ ബർത്ത്ഡേന്റെ പാർട്ടിന്റെ പ്ലാനിങ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല ഇവർക്ക് ഈ വണ്ടിയിലാണ്ട് ഇവിടെ പെട്ട് നിൽക്കുവാന്ന്. അവളെ ചേട്ടനെ എന്റെ ക്ലാസ്സിനും പാടിയാ. അപ്പൊ അവനക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിട്ടാ ഞാൻ ഓക്കെ പറഞ്ഞേ. അല്ലാണ്ട് അവളോടൊരു ഫീലിങ്സ് ഉണ്ടായിട്ടല്ല. ഈഗോ കാണിക്കാം, പക്ഷേ സ്വന്തം മനസാക്ഷിനോട് ആവരുത്. ഈഗോ എങ്കിൽ ഈഗോ, നീ എങ്ങനെ വേണമെങ്കിലും കണക്ക് കൂട്ടിക്കോ. എന്റെ മനസ്സിൽ അവക്കൊരു സ്ഥാനം ഇല്ല. ഇതാണ് സത്യം. മനസ്സിൽ പോയിട്ട് ഞാൻ നിക്കണ 7 അയലത്ത് പോലും അവള് വരരുതെന്ന് ചിന്തിക്കുന്ന ആളാ ഞാന്. എന്നിട്ടല്ലേ അവളോട് ഫീലിങ്സ് തോന്നാൻ. കാണാം. ഈ പറയണതൊക്കെ മാറ്റി പറയണ ഒരു കാലം വരും. അന്നേരം ഞാൻ അതിനുള്ള മറുപടി തരാം. അങ്ങനെ ഒരു കാലം വന്നാലല്ലേ വരുമ്പോ ആലോചിക്കട്ടോ. ജിമിൻ, എല്ലാം സെറ്റല്ലേ? അല്ല കിം, നീ എപ്പോ വരാന്ന് പറഞ്ഞു പോയതാ? എത്ര നേരായി? എനിക്ക് ഇവരെ തക്കരിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേറെയും കുറെ പണിയുള്ളതാ. വരുന്നുണ്ടെങ്കിൽ വരാൻ പറയും. ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് പോണം. എടാ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? അവര് റെഡിയാന്നേ. അവര് പുറത്ത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. അല്ല, ആരൊക്കെ ഉണ്ട്? അത് പിന്നെ മിയേ? അതാരാ? അത് പിന്നെ തേജന്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടിയടാ. ചുരുണ്ടിട്ട് നല്ല നീളമുള്ള മുടിയും കണ്ണാടിയൊക്കെ ഇട്ട് കാണാൻ ഒരു ഐശ്വര്യന്റെ ലുക്കിലുള്ള. മതി, ഓവർ വർണ്ണിക്കണ്ടേ. പിന്നെ നമ്മള് പീറ്ററും. പിന്നെ ആരില്ലല്ലോ. അവര് 2 ഉള്ളൂ. അല്ല, അപ്പോ അവളോ? എവള്
എടാ മറ്റേ അവളില്ലേ അതന്നെ ചോദിച്ചേ എവളെന്ന് അവക്ക് പേരൊന്നുമില്ലേ അത് പിന്നെ മറ്റേ പെണ്ണില്ലേ ലൂസിയോ ലാസിയോ അവളെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ മറ്റേ പീറ്ററിന്റെ സിസ്റ്ററാന്ന് പറഞ്ഞവള് ഓ ലൂസിന്റെ ആണോ ആ അവളെ തന്നെ അല്ല അവളെന്തേ ആ അറിയത്തില്ല അവള് നടന്നു പോയെന്നാ തോന്നുന്നേ എന്തായാലും വാ സമയായില്ലേ നമുക്ക് പോവാം എടാ എടാ നിക്ക് എന്താടാ നിനക്ക് സമയാവുന്നില്ലേ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെയും കുറെ പരിപാടി ഉള്ളതല്ലേ നീ ഒന്ന് വേഗം വന്നേ അല്ല അവര് 3 പേരുണ്ടെന്നല്ലേ നീ പറഞ്ഞേ ഇപ്പൊ എന്തേ അവര് രണ്ടുപേരും മാത്രം അപ്പോ അവളെവിടെ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല അല്ലേലും അവള് നിന്റെ എനിമിയല്ലേ അവള് വന്നിട്ട് വെറുതെ എന്തിനാ നീ ഇവിടെ ഇറിറ്റേറ്റ് ആവുന്നേ അവൾ എങ്ങനെങ്കിലും പോട്ടെന്നേ വാ നമുക്ക് പോവാം സമയമായില്ലയോ അങ്ങനെ പോയാലെങ്ങനെ അവള് എവിടെയാന്ന് അറിയണ്ട് നമ്മൾ എങ്ങനെ പോന്നേ അല്ലടാ നീ ഇപ്പൊ എന്തിനാ അവളെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വെറിയിടാവുന്നേ അവള് നിന്റെ ഫ്രണ്ട് ഒന്നുമില്ലല്ലോ ജസ്റ്റ് എനിമിയല്ലേ അവൾ എങ്ങനെയെങ്കിലും പോട്ടെ നിനക്കെന്താ എടാ അത് പറഞ്ഞ് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ കോളേജ് വിട്ട് എല്ലാരും പോയി ഇവരെ നമ്മൾ കൊണ്ടാക്കാന്ന് പറഞ്ഞതാണല്ലോ പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാ ഇനി നാളെ പിന്നെ അവള് കാണില്ല പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടെ എന്തെങ്കിലും പ്രശ്നം വന്നാ നിന്റെ അല്ല എന്റെ പപ്പയ്ക്ക് നാളെ പിന്നെ അതൊരു പ്രശ്നം വരുന്നല്ലോ എന്റെ പപ്പന്റെ കോളേജില് അങ്ങനെ ഒരു പ്രശ്നം വരരുതെന്നാ ഞാൻ ആഗ്രഹിക്കുന്നേ അതുകൊണ്ട് ചോദിച്ചതാ അവളെ എവിടെയാണെങ്കിലും അവളോടും കൂടി വരാൻ പറയും അവളെ ബ്രദർ നമ്മളെ കൂടെയല്ലേ വരുന്നേ പിന്നെന്താ അവൾക്ക് വരാനൊരു മടി നീ പോയി എവിടെയാണെങ്കിലും അവളോട് വരാൻ പറയും ഓ തന്നെ അവളിനിയിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ അവളെങ്ങനെങ്കിലൊക്കെ പോയിക്കോളുന്നേ അല്ലേലും കിള്ള കുഞ്ഞൊന്നല്ലോ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അറിയാൻ മതിയാവും അവളെങ്ങനെങ്കിലും പോയിക്കോളും നീ ഇപ്പൊ ഒന്ന് വന്നേ കിം ഞാൻ പറഞ്ഞങ്ങോട്ട് കേൾക്കാൻ നോക്ക് അവളെ പോയിട്ട് കൂട്ടിക്കൊണ്ടുപോവാ എന്നെ കൊണ്ടൊന്ന് വയ്യേ എന്റെ ഫ്രണ്ടിന്റെ എനിമി എനിക്ക് എനിമിയാ അവളെ എവിടെ വെച്ചാ പോട്ടെ നീ ഇപ്പൊ ഒന്ന് വന്നേ എനിക്ക് ടൈം ആവണണ്ടാ ഇത് കഴിഞ്ഞിട്ട് വേണം ഡാഡിന്റെ അടുത്തൊന്ന് പോവാനേ എന്നാലും ഇവളിത് എവിടെ പോയതായിരിക്കും എടക്കും ഞാൻ പറയണമെന്ന് വന്നേ ജിമീൻ ലൂസി നീ ഒന്ന് കൂളാവ് എന്തിനാ ഇങ്ങനെ മോന്ത വീർപ്പിച്ചിരിക്കുന്നേ അത് പിന്നെ നിനക്കെന്നെ അറിയാലോ പീറ്റർ മോർണിംഗ് എന്തൊക്കെയാ സംഭവിച്ചെന്ന് ഇത്രയും സംഭവിച്ചിട്ടും ഞാൻ എങ്ങനെ അവന്റെ കൂടെ വരും ലൂസി നീ അതിനെ അവന്റെ കൂടെ അല്ലല്ലോ പോണേ ഞങ്ങളെ കൂടെ അല്ലേ വരുന്നേ അതന്നെ ലൂസി നിന്റെ കൂടെ ഞാനില്ലേ പോരാത്തതിന് നിന്റെ ഫ്രണ്ടും പിന്നെന്തിനാ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്നേ എന്താ ഇന്നത്തെ ദിവസം തന്നെ പോക്കാ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നേ അങ്ങനൊന്നുമില്ലടി നീ ഒന്ന് സമാധാനപ്പെടേ സോറി ട്ടോ അറിയാതെ അവളെ മേലെ കൈവച്ചപ്പം അയ്യോ അത് കുഴപ്പമില്ല ലൂസി നോക്ക് നീ ഇങ്ങനെ സങ്കടപ്പെടാതെ തന്നെ ഹലോ പോവാം പോവാം പീറ്റർ ലൂസിനെ കൂട്ടി വാ ലൂസി വാ ലൂസിയോ എന്താ ഇങ്ങനെ തുറച്ചു നോക്കിയോണ്ടിരിക്കണേ വേഗം കേറ് ഈനാ പറഞ്ഞേ ഈ ജാടക്കാരന്റെ കൂടെ ഞാൻ വരുന്നില്ലെന്ന് എന്താ നിന്ന് പിറുപിറുക്കുന്നേ ഒന്നുമില്ല എന്നാ വേഗം കേറാൻ നോക്ക് ടൈം ആവുന്നേ ഏത് നേരത്താണോ സമരം വെക്കാൻ തോന്നിയത് ഇവന്റെ ഒക്കെ വണ്ടിയിൽ പോണ്ട ഗതികേട് വന്നല്ലേ ഈശ്വര ലൂസി കേറടി കേറാം ലൂസി വാ കേറ് ഓവർ കിണിക്കണ്ടടാ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ജിമിൻ കാർ സ്റ്റാർട്ട് ചെയ് ഓ അതൊക്കെ എനിക്കറിയാം നീ ഇപ്പൊ ഒന്ന് കേറാൻ നോക്ക് ഓ വരുന്നു